റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ലണ്ടനിലെ വാൻസ്വർത്ത് ജയിലിൽ നിന്ന് 2 തടവുകാർ തെറ്റായി മോചിതനായതിനെതിരെ തുടർന്ന് ബ്രിട്ടനിലെ ജയിൽ വകുപ്പ് വീണ്ടും വിവാദത്തിലായി. 24 വയസ്സുള്ള അൾജീരിയൻ സ്വദേശി ബ്രാഹിം കഡൂർ ഷെരീഫ് എന്ന ലൈംഗിക പീഡന കേസിലെ കുറ്റവാളി ഒക്ടോബർ 29 തെറ്റായി പുറത്തിറങ്ങിയപ്പോൾ 35 വയസ്സുകാരനായ വില്യം സ്മിത്ത് നവംബർ 3 മോചിതനായി. മുൻപ് എസെക്സിലെ ഹെംസ്റ്റഡ് ജയിലിൽ നിന്നും അനധികൃത കുടിയേറ്റ കുറ്റവാളി ഹദൂഷ് കെവാത്തു തെറ്റായി മോചിതനായ സംഭവം വിവാദമായിരുന്നു. അതിനുശേഷം കൂടുതൽ പരിശോധനാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് ജസ്റ്റിസ് മിനിസ്റ്റർ ഡേവിഡ് ലാമി ഉറപ്പു നൽകിയെങ്കിലും വീണ്ടും ഇത്തരം പിഴവുകൾ ആവർത്തിച്ചതോടെ അദ്ദേഹത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു. മെട്രോപൊളിറ്റൻ പോലീസ് ഇപ്പോൾ ഇരുവരെയും പിടികൂടാനുള്ള തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. നിലവിലെ സാമ്പത്തിക സാഹചര്യം വിലയിരുത്തി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അടിസ്ഥാന പലിശ നിരക്ക് 4% നിലനിർത്തുവാനാണ് സാധ്യതയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. അടുത്ത ആഴ്ച ചാൻസലർ റേച്ചൽ റീവ്സ് അവതരിപ്പിക്കാനിരുന്ന ബജറ്റിന് മുൻപുള്ള അവസാന യോഗമായതിനാൽ ബാങ്ക് വലിയ മാറ്റം വരുത്തില്ലെന്നാണ് പ്രതീക്ഷ. സെപ്റ്റംബറിൽ പണപ്പെരുപ്പം 3.8% കുറഞ്ഞിട്ടും ലക്ഷ്യമായ 2% കൂടുതലായതിനാൽ വിലക്കയറ്റം ഇപ്പോഴും പ്രധാന പ്രശ്നമായി തുടരുകയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ 3 മാസം ഇടവിട്ട് 0.25% വീതം നിരക്ക് കുറച്ചിരുന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇത്തവണ താൽക്കാലികമായി നിർത്താനാണ് സാധ്യത. ബാർക്ലൈഡ്, ഗോൾഡ്മാൻ സാക്സ് തുടങ്ങിയ സാമ്പത്തിക സ്ഥാപനങ്ങൾ ഡിസംബർ മാസത്തിൽ 3.75% കുറയ്ക്കുവാനുള്ള സാധ്യത പ്രവചിച്ചിരുന്നു. മോൺമൌത്ത് ഷെയർ വീട്ടിൽ വളർത്തുന്ന നായയുടെ ആക്രമണത്തിൽ 9 മാസം പ്രായമുള്ള ശിശു ദാരുണമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. ആക്രമണം നടത്തിയ നായ XL ബുൾ ഇനത്തിൽപ്പെട്ടതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. റോഗേറ്റ് ഗ്രാമത്തിലെ വീട്ടിലാണ് ഞായറാഴ്ച വൈകുന്നേരം 6 മണിയോടെ സംഭവം നടന്നത്. വീട്ടിൽ വളർത്തുന്ന നായ ആക്രമിച്ചതായി വിവരം ലഭിച്ചതോടെ അടിയന്തര സേവനങ്ങൾ സ്ഥലത്തെത്തിയെങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. പോലീസ് സ്ഥിരീകരിച്ചത് അനുസരിച്ച് ആക്രമണത്തിൽ പങ്കെടുത്ത് XL ബുള്ളി ഇനത്തിൽപ്പെടുന്ന 6 വർഷം പ്രായമുള്ള നായയായിരുന്നു. 2003 ഈ ഇനം നായയെ ഇംഗ്ലണ്ടും വെയിൽസും അപകടകാരികളായ ഇനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. നിയമപ്രകാരം 2024 രജിസ്ട്രേഷൻ നേടിയ നായയായിരുന്നു ഇത്. ആക്രമണത്തിന് പിന്നാലെ വെറ്റിനറി ഡോക്ടർമാർ നായയെ കൊലപ്പെടുത്തി. ഒന്നാം കല്ലിൽ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഫിറ്റ്നസ് പരിശീലകൻ മസിലിന് കരുത്തു പകരാനായി അമിതമായ മരുന്നുകൾ ഉപയോഗിച്ചതായി സൂചന. വിദേശ നിർമ്മിത മരുന്നുകളും സിറിഞ്ചും കിടപ്പുമുറിയിൽ നിന്ന് പോലീസിന് ലഭിച്ചു. 28-കാരനായ മാധവ് ഇന്നലെയാണ് മരിച്ചത്. ശരീര സൗന്ദര്യ മത്സരങ്ങളിൽ സ്ഥിരമായി മാധവ് പങ്കെടുക്കാറുണ്ടായിരുന്നു. മരണകാരണം പോസ്റ്റ്മോർട്ടത്തിലും വ്യക്തമായില്ലെന്നാണ് വിവരം. ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്കായി അയച്ചു. ദിവസവും വെളുപ്പിന് 4 മണിക്ക് ഫിറ്റ്നസ് സെന്ററിൽ പരിശീലകനായി മാധവ് പോകാറുണ്ട്. ഇന്നലെ പക്ഷേ 4:30 കഴിഞ്ഞിട്ടും എഴുന്നേറ്റില്ല. വാതിൽ തുറക്കാതെ വന്നപ്പോൾ അയൽവാസികളുടെ സഹായത്തോടെ വീട്ടുകാർ തള്ളി തുറന്നു. അപ്പോഴാണ് കട്ടിലിൽ അനക്കമറ്റ നിലയിൽ കണ്ടെത്തിയത്. പാലപ്പെട്ടി അജ്മീർ നഗറിൽ വ്യാഴാഴ്ച പുലർച്ചെയുണ്ടായ കടലാക്രമണത്തിൽ 7 വള്ളങ്ങൾ തകർന്നു. തീരത്ത് കെട്ടിയിരുന്ന ഫൈബർ വള്ളങ്ങളാണ് അപ്രതീക്ഷിതമായി കടലാക്രമണത്തിൽ തകർന്നത്. പുലർച്ചെ 3 മണിക്ക് കടൽ കരയിലേക്ക് കയറുകയായിരുന്നു. വള്ളങ്ങളിൽ ഉണ്ടായിരുന്ന യമഹ എഞ്ചിനുകളും വലകളും തകർന്നു. വള്ളത്തിന് 2 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നും 15 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ചില നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടികയിലുള്ള ക്രമക്കേട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ 2 തവണ മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് ഇന്നലെ വിശാലമാക്കി. ഒരു സംസ്ഥാനത്തെ ആകപ്പാടെ പ്രശ്നം രംഗത്ത് കൊണ്ടുവന്നു. ബീഹാറിൽ 1ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നതിന്റെ തലേന്ന് ഉന്നയിച്ച ആരോപണങ്ങൾക്കിടെ സമാനമായ ക്രമക്കേട് അവിടെയും ആവർത്തിക്കുമെന്ന മുന്നറിയിപ്പും രാഹുൽ നൽകി. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഹരിയാനയിലെ 90 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമായി നടന്ന തെരഞ്ഞെടുപ്പിൽ BJP 48, കോൺഗ്രസ് 37 എന്നിങ്ങനെയായിരുന്നു സീറ്റ് നില. BJPക്ക് 40.1, കോൺഗ്രസ് 39.08 എന്നിങ്ങനെ വോട്ട്. സംസ്ഥാനത്ത് മൊത്തം കോൺഗ്രസിനേക്കാൾ 1,18,198 വോട്ട് BJPക്ക് കൂടുതൽ ലഭിച്ചു. 16 മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് ഫലം ചോദ്യം ചെയ്തത് ഹൈക്കോടതി സമീപിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും പരാതിപ്പെട്ടെങ്കിലും 1 വർഷമായിട്ട് മറുപടി ലഭിച്ചില്ലെന്ന ആരോപണവുമുണ്ട്. ഇനി കായിക വാർത്തകൾ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മാൻ ഗിൽ നായകനായ 15-അംഗ ടീമിനാണ് പ്രഖ്യാപിച്ചത്. വൈസ് ക്യാപ്റ്റനായ ഋഷഭ് പന്ത് ടീമിലേക്ക് തിരിച്ചെത്തി. പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് പകരം ആകാശ്ദീപ് ടീമിലേക്ക് തിരിച്ചെത്തി. 15-അംഗ ടീമിൽ ശുഭ്മാൻ ഗിൽ, ഋഷഭ് പന്ത്, യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ, സായ് സുദർശൻ, ദേവദത്ത് പടിക്കൽ, ധ്രുവ് ജുറേൽ, രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ, ജസ്പ്രീത് ബുംറ, അക്സർ പട്ടേൽ, നിതീഷ് കുമാർ റെഡ്ഡി, മുഹമ്മദ് സിറാജ്, കുൽദീപ് യാദവ്, ആകാശ്ദീപ് എന്നിങ്ങനെയാണ്. ദക്ഷിണാഫ്രിക്ക ടീമിനെ എതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. തിലക് വർമ്മയാണ് ക്യാപ്റ്റൻ. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 115.77 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞ് കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.